അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടുത്തെ എ ഫ്രെയിം വിത്ത് പ്രൈവറ്റ് പൂളും അതേപോലെ പൂളില്ലാത്തതും അതേപോലെ തന്നെ ഒരു 2 BH കോട്ടേജ് പൂളില്ലാത്തതും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ തന്നെ 2 BH വിത്ത് പ്രൈവറ്റ് പൂൾ വരുന്ന ഒരു എ ഫ്രെയിം കോട്ടേജും കൂടെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം, എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നതെന്നും കൂടി ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു കോട്ടേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വരുന്നത് ഇവിടുത്തെ ഈ ഒരു മെയിൻ ഹാളിലേക്കാണ്, അതായത് ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഹാളിലായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒരു TV കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ടേബിളും അതിനോട് ചേർന്ന് 2 ചെയറും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സോഫ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് TV ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു മിനി ഫ്രിഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും തണുപ്പിക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു മിനി ഫ്രിഡ്ജ് യൂസ് ചെയ്യും. പിന്നെ ഇവിടെയായിട്ടൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്, പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് റൂമൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ 2 റൂമാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്തായിട്ടാണല്ലോ അവർ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ളൊരു സ്പേസ് നമുക്ക് റൂമിൽ കാണാൻ പറ്റും. അതേപോലെ റൂമിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AC കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടീ സപ്ലൈസ് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലഗേജും മറ്റും സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഷെൽഫും കൂടെ അവർ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മിറർ സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏകദേശം 2 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു കുട്ടി, ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടിയൊക്കെ ആണെങ്കിലും കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. ബെഡൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഒക്കെ വളരെ പ്രോപ്പറാണ്. ഇവിടുത്തെ ഫ്ലോറും അതേപോലെ തന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വളരെയധികം നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു റൂമിലുള്ളത് കേട്ടോ. AC റൂമാണ് വിട്ടുപോരുന്നത്. ഇനി ഞാൻ ബാത്റൂം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാത്റൂം വളരെ നീറ്റായിട്ടും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ രണ്ടാമത്തെ റൂം കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിന് ആദ്യത്തെ റൂമിനെ കമ്പയർ നോക്കുമ്പോൾ കുറച്ചുകൂടെ ലാർജ് സ്പേസ് വരുന്നുണ്ട്. കാരണം നമുക്ക് ഇൻ കേസ് കൂടുതൽ മെമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ എക്സ്ട്രാ ബെഡ് കൊടുക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഡിന് നേരെ ഫേസ് ചെയ്തിട്ടാണ് അവർ TV കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു മിനി ടേബിളും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടീ സപ്ലൈസ് ഈ ഭാഗത്തായിട്ട് ടീ സപ്ലൈസും കാര്യങ്ങളൊക്കെ പോയി ഇലക്ട്രിക് കെറ്റിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊണ്ടുപോയി ഇടുക. പിന്നെ റൂമിൽ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ചെറിയ ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ റൂം ഓൾറെഡി AC റൂമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബെഡൊക്കെ വളരെ നീറ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോറും അതേപോലെ തന്നെ ഫർണിച്ചറൊക്കെ വളരെ ഡസ്റ്റ് ഫ്രീ ആണ്, ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോട്ടേജിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് പൂളാണ്. കാരണം മിക്ക കപ്പിൾസും അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകൾ 4 പേര് 5 പേരൊക്കെ അടങ്ങി വരുന്ന ഫാമിലി ഗ്രൂപ്പൊക്കെ ചോദിക്കുന്നത് പ്രൈവറ്റ് പൂളുള്ള കോട്ടേജുകളുണ്ടോയെന്നാണ്. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് പൂൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റുന്ന വളരെ യോജിച്ച തരത്തിലുള്ളൊരു പ്രൈവറ്റ് പൂൾ കോട്ടേജാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. ഒരു ഇൻഫിനിറ്റി ടൈപ്പ് പൂളായിട്ടാണ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ പൂളിലേക്ക് ഡൈവ് ചെയ്യരുത്, ഡയറക്റ്റ് വന്ന് ജമ്പ് ചെയ്യരുത്. ഈ ഒരു സ്റ്റെപ്പ് വഴി തന്നെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കോട്ടൺ ഡ്രസ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. കാരണം അതിൻ്റെ കളറൊക്കെ ഇളകുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ആണ്. നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈവനിങ് ടൈമോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമൊക്കെ ആകുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഫോഗൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നൈറ്റ് ആംബിയൻസ് ഇവിടുത്തെ, അതായത് കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായി കഴിഞ്ഞാൽ ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക. അത്തരത്തിലുള്ളൊരു കംപ്ലീറ്റ് കാര്യങ്ങളാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു റൂമിനും അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റൂം കണ്ടതുപോലെ തന്നെയുള്ള അതേ ബാത്റൂമാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ഹീറ്ററും ടവലും അതേപോലെ തന്നെ മിറർ, വാഷ് ബേസും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാത്റൂം വളരെ നല്ല നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു എ ഫ്രെയിം, അതായത് 2 ബെഡ്റൂം വരുന്ന എ ഫ്രെയിം വിത്ത് പ്രൈവറ്റ് പൂളുള്ള ഈ ഒരു കോട്ടേജ് മുഴുവനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എല്ലാ സംശയങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ തീർക്കേണ്ടതാണ്. അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള വയനാട്ടിലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.